ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി എന്നൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്കോണമിയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു എക്കോണമിയിൽ ഉള്ളതെന്ന്. ഫസ്റ്റ് പ്രോബ്ലമാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ്. അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ. വാട്ട് ടു പ്രൊഡ്യൂസ് പറഞ്ഞാൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി, എത്ര അളവിലാണ് അല്ലെങ്കിൽ ഏത് അളവിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇതാണ് ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ, ലഭ്യമായ റിസോഴ്സസ് ആയിക്കോട്ടെ, ആ റിസോഴ്സസ് നമ്മൾ ലക്ഷറി ആയിട്ട് യൂസ് ചെയ്യണോ, അതോ നെസസറി ആയിട്ടുള്ള ആവശ്യങ്ങൾക്കാണോ, അതോ പബ്ലിക് ഗുഡ്സിനായിട്ട് വേണ്ടിയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആഡംബര വസ്തുക്കൾക്കാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതോ ആവശ്യമായ വസ്തുക്കളാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതോ ദേശസുരക്ഷയ്ക്ക് വേണ്ടിയുള്ളവ ഉൽപ്പാദിപ്പിക്കണമോ എന്ന് നിശ്ചയിക്കലാണ് ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഒന്നാമത്തെ പ്രോബ്ലം എന്നറിയപ്പെടുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ. ദെൻ രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്, ഹൗ ടു പ്രൊഡ്യൂസ്. ഇനി എങ്ങനെ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ എന്തളവിൽ ഏത് ഉൽപ്പാദിപ്പിക്കണം നമ്മൾ ഡിസൈഡ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ളത് ആഡംബര വസ്തു വേണോ, അതോ അത്യാവശ്യമുള്ള സാധനം വേണോ, അതോ ദേശസുരക്ഷയ്ക്ക് വേണ്ടി വേണോ എന്നെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്ന പ്രോബ്ലം അപ്പോൾ എന്താ, ഹൗ ടു പ്രൊഡ്യൂസ്. ഇത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കും. അതായത് ഏത് മെത്തേഡ് ഓഫ് ടെക്നിക്കാണ് നമ്മൾ പ്രൊഡക്ഷന് യൂസ് ചെയ്യേണ്ടത്. ലേബർ ഇൻറ്റൻസീവ് ആണോ, അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ. അതായത് ഏത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഉൽപ്പാദനം ഇവിടെ നടത്തേണ്ടത്. അത് ലേബറിന് ഉപയോഗിച്ച്, തൊഴിലാളികൾ കൂടുതൽ ഉപയോഗിച്ച് വേണോ, അതോ കൂടുതൽ മൂലധനം അതായത് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് വേണോ ഇവിടെ ഉൽപ്പാദനം നടത്തേണ്ടത്. അത് ഏത് തരത്തിലുള്ള സാങ്കേതികവിദ്യയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം അല്ലേ. അത് തീരുമാനിക്കുക എങ്ങനെയാണ്, അവിടെയുള്ള ലഭ്യമായ തൊഴിലിൻ്റെയും മൂലധനത്തിൻ്റെയും ലഭ്യത അനുസരിച്ചാണ്. അവിടെ എത്രത്തോളം തൊഴിലാളികൾ നമുക്ക് ലഭ്യമാണ്, അതുപോലെ എത്രത്തോളം അവിടെ ക്യാപിറ്റൽ ഉണ്ട്, ഇതൊക്കെ അനുസരിച്ചാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് പ്രൈസ് അല്ലേ. അതായത് അവിടെയുള്ള ലേബേഴ്സിൻ്റെയോ ക്യാപിറ്റലിൻ്റെയോ പ്രൈസസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ രണ്ട് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം വരുന്ന മൂന്നാമത്തെ പ്രോബ്ലമാണ് എന്താണ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇത് എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉൽപ്പാദിപ്പിക്കുക നമ്മൾ ഡിസൈഡ് ചെയ്തു, പക്ഷേ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഫങ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. അതായത് എന്താണ്, നമുക്കുണ്ടായ ഔട്ട്പുട്ട് നമ്മൾ ഉൽപ്പാദനം നടത്തി കഴിഞ്ഞു അല്ലേ. അതായത് ലേബർ ഇൻറ്റൻസീവ് ഓർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, അല്ലെങ്കിൽ മൂലധനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ തൊഴിലാളികൾ ഉപയോഗിച്ചോ നമ്മൾ ഉൽപ്പാദനം നടത്തി കഴിഞ്ഞു. അപ്പോൾ അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയിരിക്കണം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവർക്ക് എന്തായിട്ട് കൊടുക്കണം, റിവാർഡായിട്ട് കൊടുക്കണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നറിയോ. അതായത് ലാൻഡ്, പിന്നെ ലേബർ,